ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സൽ PSC എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 3ാം പാഠം ദേശീയ വരുമാനം അതാണ് സാമ്പത്തിക ശാസ്ത്ര ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ചോദ്യം നമ്പർ 1. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം മൊത്ത ദേശീയ ഉൽപ്പന്നം എന്നറിയപ്പെടുന്നു. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ചോദ്യം നമ്പർ 2. ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ചോദ്യം നമ്പർ 3. മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാനച്ചിലവ് കുറയ്ക്കുമ്പോൾ ലഭ്യമാകുന്നത് അറ്റ ദേശീയ ഉൽപ്പന്നം. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ പ്രധാനമായും എത്രയായി തരംതിരിച്ചിരിക്കുന്നു? 3 ആയി തരംതിരിച്ചിരിക്കുന്നു. രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ പ്രധാനമായും 3 ആയി തരംതിരിച്ചിരിക്കുന്നു. ചോദ്യം നമ്പർ 5. രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയിൽ വരുന്ന മേഖലകൾ ഏതൊക്കെ? പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ചോദ്യം നമ്പർ 6. പ്രാഥമിക മേഖലയുടെ അടിത്തറ എന്ത്? കൃഷി. ചോദ്യം നമ്പർ 7. പ്രാഥമിക മേഖലയ്ക്ക് ഉദാഹരണം ഖനികൾ, മത്സ്യബന്ധനം, മൃഗപരിപാലനം. ചോദ്യം നമ്പർ 8. ദ്വിതീയ മേഖലയുടെ അടിത്തറ എന്ത്? വ്യവസായം. ചോദ്യം നമ്പർ 9. തൃതീയ മേഖലയായ സേവന മേഖലയ്ക്ക് ഉദാഹരണം ബിസിനസ്, ഗതാഗതം, ബാങ്കിങ്. ചോദ്യം നമ്പർ 10. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് ഏത് മേഖലയാണ്? തൃതീയ മേഖല. ചോദ്യം നമ്പർ 11. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വ്യവസായ നയം പ്രഖ്യാപിക്കപ്പെട്ടത് 1948. ചോദ്യം നമ്പർ 12. ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന എന്നറിയപ്പെടുന്ന വ്യവസായ നയം പ്രഖ്യാപിക്കപ്പെട്ടത് 1956. ചോദ്യം നമ്പർ 13. ദേശീയ വരുമാനം കണക്കാക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ. ഒന്നാമത്തെ പോയിന്റ്, രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച കണ്ടെത്താൻ. രണ്ടാമത്തെ പോയിന്റ്, രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യാൻ. മൂന്നാമത്തെ പോയിന്റ്, സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളുടെ സംഭാവന വിലയിരുത്തുന്നത്. നാലാമത്തെ പോയിന്റ്, സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിന്. അഞ്ചാമത്തത്, വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും സർക്കാരിനെ സഹായിക്കുന്നതിന്. 6th പോയിന്റ്, ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പരിമിതികളും മേന്മകളും കണ്ടെത്തുന്നതിന്. ചോദ്യം നമ്പർ 14. വിദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ സ്ഥാപനത്തിൻ്റെ ലാഭം വിദേശത്ത് GDPയിൽ ഉൾപ്പെടുത്തുന്നു. അത് ഇന്ത്യയിൽ എന്തിലാണ് ഉൾപ്പെടുത്തുന്നത്? GNPയിൽ, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിലാണ് ഉൾപ്പെടുത്തുന്നത്. ചോദ്യം നമ്പർ 15. വികേന്ദ്രീകരണത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വ്യവസായ നയം പ്രഖ്യാപിക്കപ്പെട്ടത് 1977. ചോദ്യം നമ്പർ 17. ഒരു രാജ്യത്തിൻ്റെ ഒരു വർഷത്തെ മുഴുവൻ വരുമാനത്തെ സൂചിപ്പിക്കുന്നത് എങ്ങനെ? ദേശീയ വരുമാനം. ചോദ്യം നമ്പർ 16. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുത്ത പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1991. ചോദ്യം നമ്പർ 18. ഒരു രാജ്യത്തെ ഒരു വ്യക്തിയുടെ ഒരു വർഷത്തെ ശരാശരി വരുമാനം പ്രതിശീർഷ വരുമാനം. ചോദ്യം നമ്പർ 19. ഒരു രാജ്യത്തിൻ്റെ പ്രതിശീർഷ വരുമാനം കണക്കാക്കുന്നത് എങ്ങനെ? ദേശീയ വരുമാനം ഡിവൈഡഡ് ബൈ ആകെ ജനസംഖ്യ. ദേശീയ വരുമാനത്തെ ആകെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാലാണ് പ്രതിശീർഷ വരുമാനം ലഭിക്കുന്നത്. ചോദ്യം നമ്പർ 20. ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യം മൊത്ത ദേശീയ ഉൽപ്പന്നം. ചോദ്യം നമ്പർ 21. ഒരു സാമ്പത്തിക വർഷം രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യം എന്താണ്? മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം. ചോദ്യം നമ്പർ 22. ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് അവലംബിക്കുന്ന 3 രീതികളിൽ പെടാത്തത് ഏത്? അറ്റ ദേശീയ ഉൽപ്പന്നം.
ചോദ്യം നമ്പർ 23. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം കണ്ടെത്തി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതി ഏത്? ഉൽപ്പാദന രീതി. ചോദ്യം നമ്പർ 24. പാട്ടം, വേതനം, പലിശ, ലാഭം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന സമ്പ്രദായം ഏത്? വരുമാന രീതി. ചോദ്യം നമ്പർ 25. ഒരു വർഷം വ്യക്തികളും സ്ഥാപനങ്ങളും സർക്കാരും ആകെ ചിലവഴിക്കുന്ന തുക കണ്ടെത്തുക വഴി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതി. ചെലവ് രീതി. ചോദ്യം നമ്പർ 26. ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന സർക്കാർ ഏജൻസി. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ്. ചോദ്യം നമ്പർ 27. ദേശീയ വരുമാനം കണക്കാക്കുന്നതിൽ പ്രധാന പ്രതിസന്ധി. നിരക്ഷരത. അടുത്ത പോയിന്റ്, ഒന്നിലധികം പ്രാവശ്യം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം കണക്കാക്കപ്പെടുന്നു. തേർഡ് പോയിന്റ്, ഉപഭോക്താക്കൾ ചിലവ് കൃത്യമായി രേഖപ്പെടുത്തി സൂക്ഷിക്കാറില്ല. ഒന്നാമത്തെ കാര്യം, പ്രധാന പ്രതിസന്ധി നിരക്ഷരതയാണ്. രണ്ടാമത്തത്, ഒന്നിലധികം പ്രാവശ്യം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം കണക്കാക്കപ്പെടുന്നു. മൂന്നാമത്തെ കാരണം, ഉപഭോക്താക്കൾ ചിലവ് കൃത്യമായി രേഖപ്പെടുത്തി സൂക്ഷിക്കാറില്ല. ഇത്രയും ചോദ്യങ്ങളാണ് 9ാം ക്ലാസ്സിലെ 3ാം പാഠം ദേശീയ വരുമാനത്തിൽ നിന്നും ടെക്സ്റ്റിലുള്ളത്. ടെക്സ്റ്റ് ഒന്നുകൂടി വായിച്ചു നോക്കുന്നത് നല്ലതാണ്. കൂടെ ഈ ക്വസ്റ്റ്യൻ ആൻസറുകളും വായിച്ചു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ്സ് പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എല്ലാവർക്കും നന്ദി.